ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ വൺസ് അഗെയിൻ ബാക്ക്. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ ഒരു പാർട്ട് 2 ആക്ച്വലി നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ചാപ്റ്ററിലെ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ഒരുപാട് കുട്ടികൾ ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞാൽ അതിൽ SLM ബേസിസിൽ വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതേപോലെ WDB മെത്തേഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ WDB ബേസിസിൽ മീൻസ് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ WDB ബേസിസ് ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് പറയുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ SLM ബേസിസിൽ നമ്മൾ May 24 RTP ബേസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്തത്. സോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മീൻസ് സ്റ്റഡി മെറ്റീരിയലിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 11 ബേസിസിലാണ്. ക്ലിയർ? ഓക്കെ, സോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. റെഡി? ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഓഫ് അസെറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ ടാക്സിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ WDB മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഓപ്പണിംഗ് WDB എത്രയാണോ, ഓക്കെ, പ്ലസ് അഡീഷൻസ് ലെസ് സെയിൽ വാല്യൂ ഓഫ് നമ്മൾ എന്താണോ സെയിൽ ചെയ്തത്, സോ സെയിൽ വാല്യൂ, എന്നിട്ട് നമുക്ക് ക്ലോസിംഗ് WDB കിട്ടും. ഈ ക്ലോസിംഗ് WDBയുടെ മുകളിലാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലേ? സോ ഇതാണ് നമ്മളിപ്പോൾ എന്താ പറയുക ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് WDB മെത്തേഡ് ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്യാറ്. സോ ഈവൻ FMലാണെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിളിലാണ് എങ്കിൽ, അതായത് WDB മെത്തേഡ് ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു ബ്ലോക്ക് ഓഫ് അസെറ്റിൻ്റെ കോൺസെപ്റ്റ് എന്തായാലും പഠിച്ചിരിക്കണം. സെറ്റല്ലേ? ഓക്കെ, സോ നോക്കാം, നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. മാത്രമല്ല എന്താ പറയുക, ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ടെക്സ്റ്റ് ബുക്കിൽ തീർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് തീർക്കാനുള്ള ഐഡിയാസും കൂടി പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം കേട്ടോ. എക്സ് ലിമിറ്റഡ് ഹാസ് എ മെഷീൻ വിച്ച് ഹാസ് ബീൻ ഇൻ ഓപ്പറേഷൻ ഫോർ 3 years. സോ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു മെഷീൻ ഇൻ ഓപ്പറേഷൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ആക്ച്വലി 3 വർഷമായിട്ട് നമ്മൾ ഒരു മെഷീൻ യൂസ് ചെയ്യാറ്. The machine has remained estimated useful life of 5 years with no salvage value in the end. Clear? സോ ആ ഒരു മെഷീന് ഇനി എത്രയും കൂടി ഉണ്ട്, 5 വർഷം കൂടി അതിന് യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. സോ അതിന് എന്തില്ല, സാൽവേജ് വാല്യൂ ഇല്ല. സോ ഓൾഡ് മെഷീൻ്റെ കാര്യമാണ് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ 3 വർഷം യൂസ് ചെയ്തു, ഇനി ഒരു 5 വർഷം കൂടി യൂസ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇന്ന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 2 lakh. ക്ലിയർ? സോ മാർക്കറ്റിലുള്ള വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh. അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടും എന്നാണ് പറയുന്നത്. The company is considering a proposal to purchase a new model to replace the existing machine. സോ ഇപ്പോൾ ഉള്ള മെഷീനെ റീപ്ലേസ് ചെയ്യാനായിട്ട് കമ്പനി എന്ത് പ്ലാൻ ചെയ്യാണ്? ഓക്കെ, സോ ഒരു പുതിയ മോഡൽ പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനിലുണ്ട്. ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് ആസ് ഫോളോസ്. സോ റെലവൻറ്റ് ഇൻഫർമേഷൻ ഗിവൺ ആസ് ഫോളോസ്. നോക്ക് കേട്ടോ. സോ കോസ്റ്റ് ഓഫ് മെഷീൻ ഈസ് 3,30,000. ക്ലിയർ? എസ്റ്റിമേറ്റഡ് ലൈഫ് ഈസ് 8 years. സോ 8 വർഷത്തേക്കാണ് ലൈഫുള്ള. സാൽവേജ് വാല്യൂ ഒന്നുമില്ല. ബട്ട് നമ്മൾ പുതിയ മെഷീൻ 10 ലക്ഷമാണ്. ഓക്കെ, 5 years ഉള്ളൂ. സോ ഇവിടെ നമുക്ക് 3 year കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി അങ്ങോട്ടേക്ക് 5 year ഉള്ളൂ. ഇവിടെയും 5 year ആണ് ഇനി വരുന്നത്. സോ രണ്ടിലെയും ഇയർ സെയിം ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇയർ അങ്ങനെ സെയിം ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. പുതിയ മെഷീൻ നമ്മൾ എന്താ പറയുക, പിന്നീട് സ്ക്രാപ്പ് വാല്യൂ എത്ര വരുന്നത്? 40,000 rupees. ക്ലിയർ ആണ്. ആനുവൽ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ തന്ന ഇൻഫർമേഷൻ പോലെ തന്നെ ആനുവൽ ഔട്ട്പുട്ട് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ്, ആനുവൽ ഓപ്പറേറ്റിംഗ് ഹവേഴ്സ്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ക്യാഷ് കോസ്റ്റ്, ഇതൊക്കെ സെയിം ആട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കേസസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലേ? യെസ്. ആൻഡ് ലാസ്റ്റ്ലി ഡിപ്രിസിയേഷൻ തന്നിരിക്കുന്നത് WDB മെത്തേഡ് ആണ് എന്ന് പറയുന്നുണ്ട്. 20% WDB എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ വേറെയും മെഷീൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ അതർ മെഷീൻസ് ആർ ഓൾസോ ദേ. നമ്മളിത് വിറ്റ് കഴിഞ്ഞാൽ തീരുന്നൊന്നുമില്ല. സോ പുതിയ വേറെ മെഷീൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ദ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് റേറ്റ് ഈസ് 30% ആൻഡ് എക്സ് ലിമിറ്റഡ് ഡസ് നോട്ട് മേക്ക് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇഫ് ഇറ്റ് ലെസ് ദാൻ 12%. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 12%. സോ ഫോർ പ്രസൻറ്റ് വാല്യൂ പർപ്പസ് നിങ്ങൾ ഏത് യൂസ് ചെയ്യണം? 12% യൂസ് ചെയ്യണം. ക്ലിയർ? വെദർ എക്സിസ്റ്റിംഗ് മെഷീൻ യൂസ്ഡ് ഓർ നോട്ട്. സോ റീപ്ലേസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നേരത്തെ ക്വസ്റ്റ്യൻ ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല, അല്ലേ? യെസ്, ആകെയുള്ള വ്യത്യാസം എന്താ? ആ WDB മെത്തേഡാണ്. അത് തന്നെ മതിയല്ലോ, അല്ലേ? യെസ്, നോക്കട്ടോ. ഇപ്പം നേരത്തെ പോലെ തന്നെ നേരത്തെ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ നമുക്ക് 0th ഇയറിൽ നമ്മൾ ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? അതേപോലെ
സീറോത്ത് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രൊഡക്ഷനും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിലീസും പറയുന്നുണ്ട്. ഓക്കെ, സോ അത് ഇതിലില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇയർ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സ്ക്രാപ്പ് വാല്യൂ 0 ആണ് ഒന്നിൽ 40,000. സോ ദ ഇൻക്രിമെൻറ്റ് ഈസ് അല്ലേ. സോ എത്ര വർഷം? 5 വർഷം അല്ലേ. സോ 5 വർഷം ആകുമ്പോഴേക്കും നമുക്ക് എത്രയാണ് പൈസ കിട്ടുക? 40,000 കിട്ടുക. ക്ലിയർ? പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ 5th ഇയർ വരെയുള്ള എത്രയാണ് എമൗണ്ട് വരുന്നത് നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് ഉള്ളത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 4th ഇയർ, 5th ഇയർ 5 വർഷം വരുന്ന ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി ഇവിടെയുള്ള പോയിന്റ്, നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ പോസ്റ്റുള്ള മെഷീനാണ് അല്ലേ. അപ്പോൾ പഴയ മെഷീൻ വിറ്റിട്ട് പുതിയ മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന എത്രയാണ് നമുക്ക് ഔട്ട്ഫ്ലോ വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നോക്ക്, നേരത്തെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റിൽ അതിന് 40,000 വാല്യൂ ഉണ്ടെങ്കിലും നമ്മളത് ട്രേഡിന് ചെയ്യുന്ന സമയത്ത് 1,50,000 ബെനിഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ is 2 lakh. ഓക്കെ, പുതിയ മെഷീൻ വാങ്ങിക്കുമ്പോൾ 10 ലക്ഷം എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴയ മെഷീൻ വിൽക്കുന്നു, പുതിയ മെഷീൻ വാങ്ങിക്കുന്നു, ദാറ്റ്സ് ഓൾ. സോ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്? യെസ്, 2 lakhും 10 lakhും തമ്മിലുള്ള ഡിഫറൻസ് ആയ 8 lakh റുപ്പീസിനാണ് നമുക്ക് ഈ മെഷീൻ കിട്ടുന്നത് അല്ലേ. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഔട്ട്ഫ്ലോ ഈസ് 8 lakh. നേരത്തെ ക്വസ്റ്റ്യനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ നമ്മൾ 6 ലക്ഷം 1.5 ലക്ഷത്തിന് ഡിഫറൻസ് കിട്ടും, നമ്മളെ കയ്യിൽ നിന്ന് 4.5 ലക്ഷം പോകുന്ന പറഞ്ഞത്. പിന്നെ 0 രൂപയുടെ സാധനം നമ്മൾ എത്രയാണ് വിൽക്കുന്നുണ്ട്? 1.5 ലക്ഷത്തിന് വിൽക്കുമ്പോൾ ആ 1.5 ലക്ഷം ലാഭമാണ്, ആ ലാഭത്തിന് മുകളിൽ ടാക്സ് അടക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ WDV കോൺസെപ്റ്റ് വരുമ്പോൾ ആ രീതിയിലല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, യെസ്, 2 ലക്ഷത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, അത് വിറ്റിട്ട് നമ്മൾ 10 ലക്ഷത്തിന് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് നെറ്റ് ബെനിഫിറ്റ് ആയിട്ട് എത്ര കിട്ടും? 8 ലക്ഷം രൂപ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കിയാലേ നമുക്ക് അവിടെ ഡിപ്രിസിയേഷൻ്റെ കാര്യം മനസ്സിലാവും. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തേൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 6 lakh മൈനസ് 1,50,000 ചെയ്തില്ലേ, അത് മാത്രം ചെയ്താൽ പോരായിരുന്നു. എന്തും കൂടി വരുന്നുണ്ട് അവിടെ, ടാക്സും കൂടി വരുന്നുണ്ട്. കാരണം WDV മെത്തേഡ് അല്ല, ബ്ലോക്ക് ഓഫ് അസെറ്റ് കോൺസെപ്റ്റ് അല്ല അവിടെ ഫോളോ ചെയ്യുന്നത്. അതാണ് പോയിന്റ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്താ ബ്ലോക്ക് ഓഫ് അസെറ്റ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. മീൻസ് വിറ്റ സാധനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വിറ്റതിന് ഇത്ര പ്രോഫിറ്റ് കിട്ടിയിട്ട് അതിന് ടാക്സ് അടക്കുമെന്ന് പറയണ്ട. ക്ലിയർ ആണോ? ഓക്കെ, കാരണം ആ ഒരു ഫോർമാറ്റിൽ ഇട്ട് ചെയ്താൽ മതി. ഓപ്പണിംഗ് WDV പ്ലസ് അഡീഷൻസ് ലെസ് സെയിൽ വാല്യൂ എന്ന രീതിയിലിട്ട് ചെയ്താൽ മതി. നോക്കാം. സോ ഇപ്പോൾ 0 നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അസറ്റിന് 3,30,000 വാല്യൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എത്രയാണ് അതിൻ്റെ 3 വർഷം കഴിഞ്ഞിട്ടുള്ള WDV എത്രയാണെന്ന് നോക്കാം. ഓക്കെ, സോ 3,30,000 3 വർഷത്തേക്ക് നിങ്ങൾ 20% ഒന്ന് കുറച്ചേ. 3,30,000 ഓക്കെ, 3 വർഷത്തേക്ക് 20% കുറക്കുക. 20% കുറക്കണം. ഓക്കെ, യെസ്, എഗെയിൻ 20% കുറക്കുക. എഗെയിൻ 20% കുറക്കാം. ഓക്കെ, എത്രയാണ് കിട്ടിയത്? യെസ്, 1,68,960. കറക്റ്റ് ആണോ? ഓക്കെ, സോ നോക്കൂ മക്കളെ, ഓൾഡ് മെഷീൻ്റെ നേരത്തെ ദിവസം പോലെയല്ല. ഇവിടെ എത്രയാണ്? 1,68,960 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വാല്യൂ എത്തുന്നത്. ക്ലിയർ? സോ ഈ സാധനമാണ് നിങ്ങൾ 2 ലക്ഷത്തിന് വിൽക്കുന്നത്. ഓക്കെ അല്ലേ. സോ SLM മെത്തേഡ് ആണെങ്കിൽ 1,68,960 സാധനം 2 ലക്ഷത്തിന് വിറ്റ് അവിടെയുള്ള പ്രോഫിറ്റ് കിട്ടിയില്ലേ, ആ പ്രോഫിറ്റിന് മുകളിൽ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യണ്ട. ഇവിടെ ഓൾഡ് മെഷീൻ്റെ വാല്യൂ എത്രയാണ്? യെസ്, 1,68,960. ഓക്കെ ആണോ? യെസ്. ഇനി നിങ്ങൾ അഡീഷൻസ് ചെയ്യുക. ഓക്കെ, സോ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വരുന്നത്? 10 lakh rupees നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെയിൽ വാല്യൂ ആയിട്ട് എത്രയാണ് വരുന്നത്? ഓക്കെ, സോ യു വിൽ ഗെറ്റ് 2 lakh. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മക്കളെ ഇവിടെ 9,68,960 ആണ് നമ്മൾ പുതിയ കേസിൽ വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ പഴയ മെഷീൻ കണ്ടിന്യൂ ചെയ്തു പോയാൽ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1,68,960 മുകളിലാണ്. പക്ഷേ നിങ്ങൾ പുതിയ മെഷീനാണ് റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ പുതിയ കേസിൽ ഇതിൻ്റെ മുകളിലാണ് ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പണ്ട് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ചെയ്യായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെയ്യായിരുന്നു. സോ രണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 20% അല്ലേ ഡിഫറൻസ് വരിക. 20% അല്ലേ ഡിപ്രിസിയേഷൻ എടുക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് അറിയേണ്ടത് മക്കളെ,
ഇപ്പോൾ പുതിയ മെഷീൻ കണ്ടിന്യൂ ചെയ്ത് പോയാൽ എത്രയാണ് സെയിൽ പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിച്ചു, അതിന് ടാക്സ് ഡിപ്രിസിയേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാണ് കണ്ടുപിടിക്കുന്നു. അതേപോലെ പഴയ കേസിൽ എത്രയാണെന്നോ പുതിയ കേസ് എത്രയാണ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ഡിഫറൻസ് എടുത്താൽ മതി. പക്ഷേ എക്സാം പർപ്പസിന് ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻക്രിമെൻ്റൽ കാണുന്നതാണ്. കാരണം അത്രയും ടൈം സേവിങ് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുക, ഇപ്പോൾ സെയിൽ മൈനസ് വേരിയബിൾ കോസ്റ്റ്, മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഉണ്ട്, ലേബറിൻ്റെ കോസ്റ്റ് ഉണ്ട്, ഇതൊക്കെ കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടി ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ കുറക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ടാക്സ് കുറക്കുക, എന്നിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് പുതിയ മെഷീൻ്റെ കേസിൽ വരിക. സെയിം മെത്തേഡ് നമ്മൾ പഴയ കേസിലും ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡിഫറൻസ് എടുക്കണം. അതിനേക്കാൾ ഏറ്റവും നല്ല എന്താ, ഇൻക്രിമെൻ്റൽ മെത്തേഡ് ചെയ്യുന്നതാണ്. ക്ലിയർ. സോ നിങ്ങൾ 1,68,960 ഉണ്ട്, അതിൻ്റെ കൂടെ 10 lakh ആഡ് ചെയ്തു, 2 lakh കുറച്ചു, 9,68,960 കിട്ടി. സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി ഇവിടെ ഇതിൻ്റെ മുകളിൽ 20% കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും പഴയ കേസാണെങ്കിൽ. പുതിയ കേസാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെയ്യണം. അതിനേക്കാളും ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ് നോക്കാം. ഈ 9,68,960 1,68,960 ഡിഫറൻസ് പറഞ്ഞാൽ 8 lakh. ഇതാണ് ഇൻക്രിമെൻ്റൽ ഡിപ്രിസിയേഷൻ ബേസ് എന്ന് പറയുന്നത്. എത്രയാ, 8 lakh. അപ്പോൾ ഈ 8 lakhന് മുകളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിപ്രിസിയേഷൻ കണ്ടാൽ മതി. ഓക്കെ. സോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം SLM മെത്തേഡ്. ഓക്കെ അല്ലേ. സോ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശരിക്കും ഈ ഒരു 9,68,960 മുകളിലാണ് ഡിപ്രിസിയേഷൻ കാണേണ്ടത് പുതിയ കേസിൽ. പഴയ കേസിൽ ഇത്രയാണ് വേണ്ടത് അല്ലേ. പക്ഷേ നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന എന്തിനാ, അതിന് ഒരുപാട് ടൈം എടുക്കും. അതിനേക്കാളും നല്ലത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ യു വിൽ ഗെറ്റ് ദ ഇൻക്രിമെൻ്റൽ ഡിപ്രിസിയേഷൻ ബേസ് ഓഫ് 8 lakh. ക്ലിയർ. അപ്പോൾ ഓരോ വർഷവും എത്രയാണ് ഡിപ്രിസിയേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ 5 വർഷം 5 ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ആദ്യം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നോക്ക് കേട്ടോ. യെസ്. ആനുവൽ ഔട്ട്പുട്ട് ഇസ് 30,000 and 75,000. അപ്പോൾ എത്രയാണ് ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസം നോക്കടാ. ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസം ഈസ് 45,000. ക്ലിയർ ആണോ. 45,000 ഔട്ട്പുട്ടിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ 45,000 × 15 എന്ന രീതിയിലാണ് എന്ത് വരിക, സെയിൽ വരിക. ക്ലിയർ. സോ 45,000 × 15 ആയിരിക്കും എന്ത്, സെയിൽ വരിക. ക്ലിയർ ആണോ. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം സെയിൽ ചെയ്തതാണേ. 45,000 × 15. So you will get 6,75,000. Clear. അടുത്ത് മെറ്റീരിയൽ കോസ്റ്റ് 4 രൂപ വെച്ചിട്ട് വരുന്നത്. അപ്പോൾ അതേ 45,000 × 4 വെച്ചിട്ടാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. സോ മെറ്റീരിയൽ എത്രയാ, 1,80,000. നെക്സ്റ്റ് ലേബർ കോസ്റ്റ് നോക്കാം. ലേബർ കോസ്റ്റ് 30 രൂപ ചേഞ്ച് വരും. ഹവറിൽ വ്യത്യാസമില്ല, നേരത്തെ പോലെ തന്നെയാണ്. 3,000 × 30 അടിച്ചാൽ മതി. സോ 3,000 × 30 90,000. ഓക്കെ. പിന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് അതൊരു 15,000 വ്യത്യാസമുണ്ട്. 15,000. ഓക്കെ. സോ ഇതാണ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. ഓക്കെ. ഡിപ്രീസിയേഷൻ ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഒന്ന് ജസ്റ്റ് നമുക്ക് ഫൈനൽ വാല്യൂ എത്രയാണെന്ന് നോക്കാം. യെസ്, ഐ തിങ്ക് 3,90,000 അല്ലേ. സി ഇത് 5 വർഷവും നമുക്ക് ബിഫോർ ഡിപ്രീസിയേഷൻ എത്രയാണ് കിട്ടുക, 3,90,000. ശ്രദ്ധിച്ചോട്ടോ. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എക്സാമിന് സ്പീഡും കൂടി കൂട്ടാനുള്ള കാര്യം കൂടി പറയാനേ നോക്കിക്കോട്ടോ. നമ്മളിപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് കണ്ടുപിടിക്കുകയാണ്. ഏതൊക്കെ ഇയറിൽ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ. ശ്രദ്ധിച്ച് നോക്കളെ. നമ്മളിപ്പോൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 0th ഇയറിൽ നിങ്ങൾക്ക് 8 lakhൻ്റെ ഔട്ട്ഫ്ലോ വരുന്നുണ്ട്, 5th ഇയറിൽ 40,000 വരുന്നുണ്ട്. ഈ 5 വർഷത്തെയും ക്യാഷ് ഫ്ലോ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ എഴുതാണ്. പ്രോഫിറ്റ് ബിഫോർ എത്ര കിട്ടി, ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സസ് 3,90,000. സോ ഇത് എല്ലാ വർഷവും യു ആർ ഗെറ്റിംഗ് 3,90,000. സെറ്റാണോ? ഓക്കെ. നമ്മൾ ഡിപ്രിസിയേഷൻ എല്ലാം സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പണിയില്ലായിരുന്നു. മനസ്സിലായോ? പക്ഷേ ഇവിടെ ഡിപ്രിസിയേഷൻ ഓരോ വർഷവും വരുന്നത് എന്താണ്, ഡിഫറെൻ്റ് അല്ലേ.
യെസ്. സോ അത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കും കൂടി മനസ്സിലാക്കുക കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. നമുക്കറിയാം എത്രയാണ് ഡിഫറൻസ് വന്നേ, ഡിപ്രിസിയേഷൻ്റെ ഡിഫറൻസ് പറഞ്ഞേ 8 lakh അല്ലേ, സോറി ഇൻക്രിമെൻ്റൽ ഡിപ്രിസിയേഷൻ ബേസ് എത്രയാണ് 8 lakh. സോ അതിൻ്റെ മുകളിൽ 20% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക, 1,60,000 അല്ലേ, സെറ്റാണോ? യെസ്. അപ്പോൾ 1,60,60,000 ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഡിപ്രിസിയേഷൻ ഡിഫറൻസ്. സി ദ പോയിന്റ് ഈസ്, ശ്രദ്ധിച്ചു കേട്ടോ, നമുക്ക് ഈ 9,68,960 ഉണ്ട്, ഇതിൻ്റെ മുകളിൽ 20% കണ്ടു എന്ന് വിചാരിക്കുക. അതേപോലെ 1,68,960 ഉണ്ട്, ഇതിൻ്റെ മുകളിൽ 20% കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ ഇവിടുത്തെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 9,68,960 20% എടുക്കുക, അതേപോലെ 1,68,960 20% എടുക്കുക. ഓക്കെ, എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നത് ഈ 1,60,000 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത വർഷങ്ങളിലേക്ക് വരുമ്പോൾ ശരിക്കും എന്താ അറിയുക, ഇവിടെ നിങ്ങൾക്ക് എക്സ് കിട്ടിയില്ലേ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യും, 20% കുറച്ചിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ വൈന്ന് എന്ത് ചെയ്യും, 20% കുറക്കും, അല്ലേ, സോറി ഇവിടെ 9,68,960 ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 20% കുറച്ചപ്പോൾ ഫസ്റ്റ് ഇയറിലെ WDV കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും സെക്കൻഡ് ഇയർ ഇവിടെ ഡിപ്രിസിയേഷൻ കാണാം, അല്ലേ. അതേപോലെ ഇവിടെ 1,68,960 ഉണ്ട്, അതിൻ്റെ മുകളിൽ നിങ്ങൾ 20% കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറച്ചു എന്ന് വിചാരിക്കുക, 20% കുറച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു WDV കിട്ടും. സോ ഇത് ഞാൻ വിത്ത് കാൽക്കുലേഷൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇത് എക്സാമിന് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഒരു സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ ഈ 9,68,960 ഉണ്ടല്ലോ, അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം 20% കുറച്ചു. ഫസ്റ്റ് ഇയറിൽ എന്താണ് 20% എടുക്കുക, 20% എത്രയാണോ അത് കുറക്കണ്ടേ. യെസ്, അപ്പോൾ ഞാനത് കുറച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, സോ വിൽ ഗെറ്റ് 7,75,168 എന്നാണ് കിട്ടുക. അതേപോലെ ഞാൻ 1,68,960 20% എടുക്കുകയാണ്. ഓക്കെ, അത് 1,68,960 എന്ന് കുറക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 1,35,168 ആണ്. ഓക്കെ, സി ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ്റെ ഡിഫറൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ 1,68,000 ഉണ്ട്. രണ്ടാമത്തെ വർഷം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ 20% കാണുക, ഇതിൻ്റെ മുകളിൽ 20% കണ്ടേ എത്ര വരിക, 7,75,168 into 20%. 155,033 സംതിങ് അങ്ങനെയാണ് കിട്ടുന്നത്. അതേപോലെ ഇപ്പുറത്തുള്ളത് 1,35,168 എടുത്തോ, 1,35,168 അതിൻ്റെ 20%. Yes, 270,33.6. Now take the difference, you will get 1,28,000. Clear? ഇനി അങ്ങനല്ലേ പോകുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ ഇത് ഇത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ട ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് ഇയറിൻ്റെ ഡിഫറൻസ് കിട്ടിയല്ലോ 1,60,000. നമ്മൾ ചെയ്ത രീതി നോക്കാം മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഇത്രയും ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത കാര്യം ആദ്യം നമ്മൾ 8 lakh കണ്ടുപിടിച്ചു, ഫൈൻ. യെസ്, 40,000 കാര്യം മനസ്സിലാക്കി. ഓക്കെ, പിന്നെ ഓരോ വർഷത്തെ എത്രയാണെന്ന് അറിയണം. ശരി, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പോലെ ഈ ഓരോ ഐറ്റം ബൈ ഐറ്റം എന്ത് ചെയ്തു, 6,75,000 ഉണ്ടായിരുന്നു. ഇതൊക്കെ സെയിലൊക്കെ കുറച്ചിട്ട് ലാസ്റ്റ് 3,90,000 എത്തിയില്ലേ, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ എല്ലാം സെയിം എത്തി. ഇനി ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഡിപ്രിസിയേഷൻ ബേസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇൻക്രിമെൻ്റൽ ഡിപ്രിസിയേഷൻ ബേസിസ് 8 lakh. ആ 8 lakh നമ്മൾ 1,68,000 കണ്ടുപിടിച്ചു അല്ലേ. അടുത്ത് നിങ്ങൾ എന്താ പറയുക, കാൽക്കുലേറ്ററിൽ 0.8 നടിക്കാം. എന്താണ് 0.8? കാരണം എന്താ പറയുക, 20% കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് 80% അല്ലേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, 0.8 എന്നിട്ട് നിങ്ങൾ ഇൻറ്റു നടിച്ച് 0.8 ഇൻറ്റു അടിച്ച് എന്നിട്ട് ആ 1,60,000 കാൽക്കുലേറ്റർ അടിക്കുക. നൗ ടൈപ്പ് ഈക്വൽ ടു, യു വിൽ ഗെറ്റ് 1,28,000. സെറ്റാണോ? പെട്ടെന്ന് കിട്ടിയില്ലേ?
ഇനി ഒരു പ്രാവശ്യം കൂടി ഈക്വൽ ടു അടിച്ച് എത്ര കിട്ടി? യെസ്. സോ നെക്സ്റ്റ് ആൻസർ കിട്ടിയില്ലേ മക്കളെ? മനസ്സിലായി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഡിഫറൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ സോറി ഈ WDV ഫൈനൽ WDV എത്രയാണ്, ഫസ്റ്റ് ഇയറിലെ WDV എത്രയാണ്, സെക്കൻഡ് ഇയറിലെ WDV ഇപ്പുറത്ത് എത്രയാണ് WDV നോക്കിയിട്ട് ഡിഫറൻസ് എടുക്കുക. പിന്നെ അടുത്ത വർഷത്തെ തേർഡ് ഇയറിലെ WDV തമ്മിൽ ഡിഫറൻസ്. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു മെത്തേഡ് മതി. അതായത് ഈ 1,60,000 നിങ്ങൾ 20% കുറക്കുക. അത്ര കിട്ടി 1,28,000 അല്ലേ? അടുത്തത് ഈ 1,28,000 അവിടുന്ന് എന്ത് ചെയ്താൽ മതി? 20% കുറച്ചാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 0.8 എന്ന് അടിച്ചിട്ട് ഇൻറ്റു ലോക്ക് ചെയ്യുക 1,68,000. ഈക്വൽ ടു അടിക്കുമ്പോൾ 1,20,000 കിട്ടും. ഓക്കെ, അടുത്ത പ്രാവശ്യം ഈക്വൽ ടു അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൽ തന്നെ കാൽക്കുലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമൽ കാൽക്കുലേറ്റർ അല്ലേ, DJO 120D, അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് 20% കുറക്കാം. അപ്പോൾ ഇവിടെ 1,02,400 കിട്ടും. നിങ്ങൾ ഈക്വൽ ടു അടിച്ചുകൊണ്ട് പോയി നോക്കി, -20%. Okay, so I'll get 81,290 and last year 81,290 -20%. Okay, so 65,032. See, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. സെറ്റാണോ? ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ഇത് കിട്ടി, അതേപോലെ ഡിപ്രിസിയേഷൻ കിട്ടി. ഇനി അടുത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് ആഫ്റ്റർ എന്ത് കാണണം? ഓക്കെ, ഡിപ്രിസിയേഷൻ കാണണം, അതിൻ്റെ മുകളിൽ ടാക്സ് കാണണം അല്ലേ? ടാക്സ് കുറച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. സോ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. ഫുൾ എഴുതേണ്ട ആവശ്യമില്ല, ശ്രദ്ധിച്ചോ. ഇത് A അല്ലേ, ഇത് B ആണ്. നിങ്ങൾക്കിപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ട ഐഡിയ പറഞ്ഞുതരാം. ആദ്യം A മൈനസ് B ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സിന് ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ കിട്ടിയില്ലേ? പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ കിട്ടിയോ? ഇതിൻ്റെ മുകളിലല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ്. ടാക്സ് എന്ന് അറിയണ്ട, ടാക്സ് കഴിഞ്ഞതിന് ശേഷം എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇൻറ്റു 0.7 ചെയ്തൂടെ? ഇവിടെ 30% അല്ലേ നമ്മളെ ടാക്സ്. അപ്പോൾ ടാക്സ് കഴിഞ്ഞിട്ട് 70% ബാക്കി ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ചെയ്തിട്ട് ടാക്സ് കുറച്ചുള്ള വാല്യൂ കിട്ടിയോ? ഇനി ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്താൽ മതിയോ? പ്ലസ് ഏത് ഡിപ്രിസിയേഷൻ്റെ B. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിലെ ബട്ടൺ എന്താക്കുക? 3,90,000 മൈനസ് 1,60,000 ചെയ്യാം, ഇൻറ്റു 0.7 പ്ലസ് 1,60,000 ആൻസർ. സെറ്റാണോ? സെറ്റാണോ? യെസ്. ഇതൊന്ന് സോൾവ് ചെയ്ത് എത്രയാണ് വരുന്നതെന്ന് ചെയ്യേണ്ട മനസ്സിലായോ? യെസ്. 3,90,000 3,90,000 മൈനസ് 1,60,000 ചെയ്യുക. സെറ്റാണോ? 2,30,000 അല്ലേ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ. യെസ്. ഇതിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ? 70% എടുത്താൽ മതി. 1,61,000 കിട്ടിയോ? യെസ്. ഇനി ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്ത് പ്ലസ് 1,60,000 അഗെയിൻ. സോ യു വിൽ ഗെറ്റ് 3,21,000. സെറ്റ് അല്ലേ? യെസ്. ഇതേപോലെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ സ്പീഡിൽ ചെയ്തുകൂടെ? ഒന്ന് ചെയ്ത് നോക്കി. 3,90,000 മൈനസ് 1,28,000 ഓക്കെ ഇൻറ്റു 0.7 പ്ലസ് 1,28,000. So 3,11,400. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ സ്പീഡായിട്ട് കിട്ടും. നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ ദിവസമല്ലേ ഇവർ ചെയ്ത രീതി കണ്ടോ? ദ ഇൻക്രിമെൻ്റൽ ഡിപ്രിസിയേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അത് നിങ്ങൾ കണ്ടുപിടിച്ചു. 3,90,000 കണ്ടുപിടിച്ചു, കുഴപ്പമില്ല. അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 3,90,000 അവർ 1,60,000 കുറച്ചിട്ട് പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിച്ചു, പിന്നെ ടാക്സ് എടുത്തു, ടാക്സ് പിന്നെ ഇതൊക്കെ ചെയ്തു പോകല്ലേ. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് കോളംസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായോ? ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക? 3,90,000 1,60,000 കുറച്ച് 2,30,000 കിട്ടി. അപ്പോൾ അതാണല്ലോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പിന്നെ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ നേരെ എന്ത് ചെയ്താൽ മതി? അത് ഇൻറ്റു 70% അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നേരെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 1,60,000. സോ ഞാൻ ഇട്ട പോലെ കോളം ഇട്ട് കഴിഞ്ഞാൽ 3 കോളത്തിൽ കാര്യം കഴിഞ്ഞു. ഓക്കെ, യെസ്.
സോ ഇത് 3,21,000 കണ്ടോ, 3,11,400 കണ്ടോ. സോ അതുപോലെ നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫൈനലി യു വിൽ ഗെറ്റ് 11,06,284 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് വരും. ഓക്കെ, ഇത് എന്താ കിട്ടുന്നത്, നമ്മൾ ഈ പറഞ്ഞ ആ ഒരു വർഷം ഫസ്റ്റത്തെ 5 വർഷം കൊണ്ട് നമുക്ക് വരുന്ന ആ ഇൻഫ്ലോസിൻ്റെ ഒക്കെ പ്രസൻറ്റ് വാല്യൂ ആണ് കിട്ടിയത്. പിന്നെ നമ്മൾ 5th ഇയറിൽ ഞാൻ പറഞ്ഞിട്ട് 5th ഇയറിൽ 40,000 കിട്ടുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലേ 5th ഇയറിൽ എന്തുണ്ട്, 40,000 ഉണ്ട്. സോ ഈ 40,000 5th ഇയറിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് നിങ്ങൾ പ്രസൻറ്റ് വാല്യൂക്ക് എത്തിക്കുക. സോ യു വിൽ ഗെറ്റ് 28,2,680 ആൻഡ് 0th ഇയറിൽ നിങ്ങൾക്ക് 8 lakhിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ട്. സോ അവസാനം ഔട്ട്ഫ്ലോ അവർ ലെസ് ചെയ്തു എന്നേ ഉള്ളൂ, നെഗറ്റീവ് ആയിരുന്നത്. സോ ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ 3,28,964.45. സെറ്റാണോ? ഓക്കെ, സോ ഇത് പോസിറ്റീവ് ആണ്. സോ യു ക്യാൻ പർച്ചേസ് ഇറ്റ്. സെറ്റല്ലേ? പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. സോ ഡിഫറൻസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എന്തിൻ്റെ ഈ ഒരു SLM ബേസിസ് ക്വസ്റ്റിനും അതേപോലെ WDB ബേസ്ഡ് ക്വസ്റ്റിനും വരുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെറ്റല്ലേ മക്കളെ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ SLM ആയിരുന്നു ചോദിച്ചതെങ്കിൽ സിറ്റുവേഷൻ വുഡ് ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ അല്ല ചെയ്യേണ്ടത്. SLM ബേസിസിലായിരുന്നുവെങ്കിൽ നോക്കുക, നമുക്കറിയാം 1,68,960 ആദ്യത്തെ മെഷീൻ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഈ 1,68,960 ആദ്യത്തെ മെഷീൻ ഉണ്ടായിരുന്നത്. സോ ഈ മെഷീന് നിങ്ങൾ എത്രയാണ് വിറ്റ്? 2 ലക്ഷത്തിന് വിറ്റു എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, എന്നിട്ട് നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ പുതിയ മെഷീൻ വാങ്ങിക്കാം. ക്ലിയർ? സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 10 ലക്ഷം മൈനസ് 2 lakh എന്ന് പറയുന്ന ആ ഒരു 8 lakhിൻ്റെ മാത്രമാണ് ഔട്ട്ഫ്ലോ വരുന്നത്. ഫൈൻ, ശരി, 2 ലക്ഷം കിട്ടി, 10 ലക്ഷം പോയി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ 31,040 രൂപയുണ്ട് പ്രോഫിറ്റ്. അതിൻ്റെ മുകളിൽ ടാക്സ് എത്രയാണെന്ന് നോക്കാം. ആ ടാക്സും കൂടി നമുക്ക് ഔട്ട്ഫ്ലോ ആയിട്ട് കയറും. മനസ്സിലായോ? SLM ബേസിസ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ, നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യന് പോലെ തന്നെ. മനസ്സിലായോ? സോ ആ പ്രോഫിറ്റിന് മുകളിൽ ടാക്സ് വരും. സെറ്റല്ലേ? ക്ലിയർ? ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച പോലെ ആയിരിക്കില്ല. നമ്മൾ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 5 വർഷം ഡിഫറെൻറ്റ് ഡിപ്രിസിയേഷൻ ആയിരുന്നു അല്ലേ? നിങ്ങളിപ്പോൾ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. SLM മെത്തേഡ് ആണെങ്കിൽ നോക്കുക, നമുക്ക് ഈ 10 lakhിൻ്റെ അല്ലേ പുതിയ മെഷീൻ വാങ്ങി. പുതിയ മെഷീൻ ഇവർ സ്ക്രാപ്പ് വാല്യൂ എത്ര പറഞ്ഞിട്ടുണ്ട്? 40,000 ആൻഡ് 5 വർഷത്തേക്കല്ലേ പറഞ്ഞേ. സോ അങ്ങനെയാണെങ്കിൽ 9,60,000 ഡിവൈഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 192,000 അല്ലേ? 1,92,000. സോ എല്ലാ വർഷവും നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? 1,92,000. നമ്മൾ നേരത്തെ 6 lakh 35,000 കുറച്ച് ഡിപ്രിസിയേഷൻ വന്നില്ലേ? അതേപോലെ തന്നെയാണ് 10 വർഷത്തേക്ക്. ഇവിടെ 10 lakh 40,000 കുറച്ച് ഡിവൈഡ് ബൈ 5 അടിക്കുക, യു വിൽ ഗെറ്റ് 1,92,000. ഈ 1,92,000 വെച്ചിട്ടായിരിക്കും ഡിപ്രിസിയേഷൻ. നിങ്ങൾക്കറിയാം എന്താ 3,90,000 അല്ലേ നമുക്ക് ബിഫോർ ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 1,92,000 ആണെങ്കിൽ നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? സോ 3,90,000 മൈനസ് 1,90,000 ചെയ്താൽ ഏകദേശം 2 lakh കിട്ടും. സോ 2 lakh, പക്ഷേ 2 lakh അല്ല, 2,02,000 വരും അല്ലേ? ഓക്കെ, 2 lakh സോറി 1,98,000 വരും. സോറി, 1,92,000 ആയിരുന്നല്ലോ. ഓക്കെ, സോ 3,90,000 മൈനസ് 1,92,000 യു വിൽ ഗെറ്റ് 1,98,000. സോ ഈ 1,98,000 ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ 5th ഇയർ വരെ നമുക്ക് കിട്ടുമായിരുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ. ക്ലിയർ? സോ ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് 1,98,000 കിട്ടും അല്ലേ? സോ 1,98,000 നിങ്ങൾക്ക് ടാക്സ് കുറച്ചിട്ട് ആഫ്റ്റർ ടാക്സ് 0.3 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഫ്റ്റർ ടാക്സ് എത്രയാണ് കിട്ടുക എന്നുള്ളത് ഡയറക്റ്റ്ലി കിട്ടും. സോ 5 വർഷത്തേക്ക് സെയിം വാല്യൂ അല്ലേ വരിക? സോ 5 വർഷത്തേക്ക് സെയിം വാല്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ PVAF വെച്ചിട്ട് ചെയ്യാവുന്നുള്ളൂ. സോ നേരത്തെ ഇതുപോലെ വലിയ ഡിഫിക്കൽട്ടി വരില്ലായിരുന്നു. സോ ആ കേസിൽ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 0th ഇയറിൽ നിങ്ങൾക്ക് 8 lakh ഉണ്ട്, പ്ലസ് ദാറ്റ് ആ ടാക്സ് എത്രയാണോ എന്നുള്ളത് നോക്കാം. ടാക്സ് ഔട്ട്ഫ്ലോ വരുമല്ലോ അത്. പിന്നെ 5th ഇയറിൽ നിങ്ങൾക്ക് 40,000 മുകളിലുള്ള പ്രസൻറ്റ് വാല്യൂ എടുക്കുക. 1 to 5 ഇയേഴ്സിലേക്ക് ഞാൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ 3,90,000 ആണെന്ത് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ആഫ്റ്റർ ഡിപ്രിസിയേഷൻ 1,98,000, ടാക്സും കൂടി കുറച്ചാൽ
നമുക്ക് എന്ത് കിട്ടും? സോ 1,90,000 ഇൻറ്റു 0.7. സോ അത് നിങ്ങൾക്ക് എന്ത് കിട്ടി? ആഫ്റ്റർ ടാക്സ് എത്രയാണ് ക്യാഷ് ഫ്ലോ കിട്ടി? ക്ലിയർ ആണോ? സോറി, ആഫ്റ്റർ ടാക്സ് നിങ്ങൾക്ക് ഇത് നോക്കും മക്കളെ, നമ്മൾ ഡിപ്രിസിയേഷൻ കുറച്ചല്ലോ. ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിയേ, സോറി ആഫ്റ്റർ ഡിപ്രിസിയേഷൻ കിട്ടിയേ. അതിന് ടാക്സ് കുറക്കുക. ടാക്സ് കുറച്ചിട്ട് എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം അല്ലേ? സോ കറക്റ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ. 3,90,000 നമ്മൾ എന്ത് കുറച്ചു? 1,92,000 കുറച്ചു. അപ്പോൾ നമുക്ക് 1,98,000 ആണ് എന്ത് കിട്ടുന്നത്? 1,98,000 പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കിട്ടുക. സോ ഇതൊന്ന് നിങ്ങൾ ടാക്സ് കുറച്ചിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടുക? സോ യു വിൽ ഗെറ്റ് 1,38,600 കിട്ടും. ആ 1,38,600 നിങ്ങൾ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. 1,92,000 ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 3,30,600 കിട്ടും. സോ അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യാൻ. സെറ്റാണോ? ഓക്കെ. സോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിം ക്വസ്റ്റ്യൻ, ഇപ്പോൾ തന്ന അതേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ പഠിച്ച ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുക. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 11 നിങ്ങൾ SLM മെത്തേഡ് എന്ന രീതിയിൽ ചെയ്യുക. സോ ദ അപ്രോച്ച് ഈസ് സിമിലർ ടു E24 RTP. അത് ഫോളോ ചെയ്യുക. സെറ്റാണോ? Okay, so hope you understood the difference between SLM basis method and WDV basis method. This is one of the most important type of questions to be asked from this topic. Okay, so investment decision 10 മാർക്കിന് ഏകദേശം ചോദിക്കാറുണ്ട്. സോ ആ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആക്കാൻ ഓൾമോസ്റ്റ് ഒരു 90% കേസസ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആണ് എക്സാമിന് വയ്ക്കുക. സോ പ്രോപ്പറായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. വിൽ മീറ്റ് അഗൈൻ. ബൈ ബൈ.